ഇപ്പോൾ കുറച്ച് ദിവസം 2 ദിവസം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കാണാം, സ്വസ്ഥമായിട്ടിരിക്കാം. എനിക്ക് ലോക്കലി സംസാരിക്കും ഇതുവരെ ആരെ കിട്ടിയില്ല എന്നുള്ളൊരു മനക്കുത്തലും വിഷമമുണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്, ഗുഡ് മോർണിംഗ്. രാവിലെ ഇപ്പോൾ സമയം 7 മണിയായി. ഇവിടെ ഇന്നലെ രാത്രിക്ക് നല്ല തണുപ്പായിരുന്നു, കട്ട തണുപ്പായിരുന്നു. എനിക്കൊന്നൊരു 9 ഡിഗ്രി സെൽഷ്യസിലും താഴെയൊക്കെ ആയിരുന്നു തണുപ്പ്. തണുത്ത് വിറച്ച് ഉണ്ടാരടങ്ങി. ഇപ്പം രാവിലെ ഇവിടെയുള്ള ഈ കിളികളുടെ സൗണ്ട് കേട്ടുകൊണ്ടാണ് ഞാൻ ഉറക്കം എഴുന്നേറ്റ്. മൈക്ക് വെച്ചിട്ടില്ല, ഇവിടുത്തെ ഈ ഒരു റോ സൗണ്ട് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ശരിക്കും ഒരു ഫോറസ്റ്റിൻ്റെ നടുക്ക് കുറേ കിളികളും അനിമൽസും ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നൊരു ഫീലാണ്. ഇത് മാത്രമേ കേൾക്കാനുള്ളൂ, വണ്ടിയുടെ സൗണ്ടൊന്നുമില്ല. പല തരത്തിലുള്ള കിളികളിങ്ങനെ ചിലയ്ക്കുന്നൊരു സൗണ്ട്. ചുമ്മാ ഒന്ന് കേട്ട് നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. എത്രമാത്രം ഇതിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇതുകൊണ്ട് ആ മരത്തിൻ്റെ മേളിലൊരു മലയണ്ണാൻ ഇരിക്കുന്നുണ്ടോ, കണ്ടോ, ചാടുന്നുണ്ടോ? എന്തോ രാവിലെ അവൻ ആഹാരം തേടി നടക്കുകയെന്ന് തോന്നുന്നു. നമ്മുടെ സ്റ്റേ ചെയ്തോ അവിടെയാണ്. അവിടെ നിന്നിങ്ങനെ ഞാൻ ഇറങ്ങി ഈ കിളികളുടെ സൗണ്ടൊക്കെ കേട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ടീ പ്ലാന്റേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനീ പോകുന്നത്. കണ്ടോ, ഈ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഈ കിളികളുടെ സൗണ്ടൊക്കെ ഉള്ള ഈ വഴിയിലൂടെ ഇങ്ങനെ പോവാണ്. ഇവിടെ എല്ലാം ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞ ആന ഇറങ്ങാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം രാവിലെയും രാത്രിയൊക്കെയാണ് ആന വരാറുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പം എന്തായാലും ഈ ടൈമിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. നേരത്തെ ഒരു വണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പലയിടത്തും ഞാൻ താമസിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും കിളികളുടെ സൗണ്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ശരിക്കും ഇതൊരു ബ്ലെസ്സിങ് തന്നെയാണ്, ഇത്രയും സൗണ്ട്. ഒരുപാട് കുഞ്ഞു കുഞ്ഞു കിളികളാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ കാണാം കുഞ്ഞു അടുത്തൊന്നിനും കിട്ടില്ല. റോഡിൽ താഴെ ഒരു കിളി ഇരിക്കുന്നുണ്ടോ. ഇതുപോലെയൊക്കെ ഉള്ള ചെറിയ ചെറിയ കിളികളാണ് വിളിക്കുന്നത്. നമ്മൾ ആ ലക്ഷ്മി എസ്റ്റേറ്റ് ആ ടീ പ്ലാന്റേഷൻ്റെ അവിടെ എത്തിയുണ്ടോ. ഇതാണ് ഇവിടുത്തെ ടീ പ്ലാന്റേഷൻ. നമ്മൾ ഇന്നലെ ഈ കാണുന്ന വഴിയിലൂടെയൊക്കെയാണ് ഇനി കയറി വന്നത്. എന്തായാലും രാവിലെ ഇങ്ങനെ ചെറിയൊരു മഞ്ഞ് കണങ്ങളൊക്കെ വീണ് കിടക്കുന്നതൊക്കെ കാണാനും നല്ല ഭംഗിയുണ്ട്. ഇപ്പം ഞാൻ മൈക്ക് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ കിളികളുടെ ചിലപ്പം ഒന്നും ഇനി കേൾക്കുമെന്ന് തോന്നുന്നില്ല. ഇത് നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ടീ പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെയാണ്. ടിപ്പർ ലോറി പോകുന്നുണ്ടോ അങ്ങ് താഴെ. നമ്മൾ ആ കാണുന്ന ആ വഴിയിലൂടെയൊക്കെയാണ് ഇന്നലെ നമ്മൾ കയറി വന്നത് ഇങ്ങോട്ടേക്ക്. അപ്പോൾ രാവിലെ ഇങ്ങനെ ഈ സൺറൈസ് ടൈമിൽ ഇങ്ങനെ ഈ ടീ പ്ലാന്റേഷൻ കാണാൻ നല്ല രസമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇത് കാണാൻ. ചെറിയ ചെറിയ മഞ്ഞ് തുള്ളികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്, വെള്ളമായിട്ടൊക്കെ കാണുന്നുണ്ടോ. ഇങ്ങനെയാണ് രാവിലെ എഴുന്നേരപ്പോൾ ഇതുപോലെ മഴത്തുള്ളികൾ പോലെ ഇത് വീണുകൊണ്ടിരിക്കുമായിരുന്നു. മഞ്ഞായിട്ട് ഇങ്ങനെ ഈ നമ്മൾ പറയില്ലേ ഈ വെള്ള കളറിൽ, അങ്ങനെ ഒന്നും ഇല്ല. ഇതുപോലെ വെള്ളം പൊഴിയുന്ന പോലെ, മഴ പൊഴിയുന്ന പോലെ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പം ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ നമ്മൾ പഠിക്കുമ്പോൾ
ഡ്യൂ റെയിൻഫോൾ അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ ഒരു രീതിയിൽ ഈ നല്ല മഞ്ഞിൻ്റെ ഒരു ഇതായിട്ട് നല്ല തണുപ്പുള്ള വെള്ളം, അത് വീഴുന്ന കുത്തുവെള്ളം കൊണ്ട് നമുക്ക് തോന്നും ആ വെള്ളം വീഴുമ്പോൾ. ഇപ്പം ഞാൻ രാവിലെ ആ റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയപ്പം അത്തരത്തിൽ വെള്ളം വന്നതിൻ്റെ പുറത്ത് വീണ് കഴുത്തില്ല. അങ്ങനെയാണ് അത് മനസ്സിലാക്കി. എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലം, നല്ല ഭംഗിയുള്ള ഏരിയ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഈ ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് വന്ന് റൂം എടുക്കണം. അതും ഈ കിളികളുടെ സൗണ്ടുള്ള സ്ഥലത്ത് വരണം. ഒരു വല്ലാത്തൊരു പീസ് ഓഫ് മൈൻഡ് നമുക്ക് തരുന്നത്. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള സൗണ്ടാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. വണ്ടികളുടെ സൗണ്ട് വളരെ കുറവാണ്. ഈ കിളികളുടെ ചലപ്പും ബഹളവും, ഒത്തിരി കിളികൾ അപ്പുറവും ഇപ്പുറവും നമ്മുടെ പരിസരങ്ങളിലൊക്കെ വന്നിരിക്കുന്നതൊക്കെ കാണാനൊക്കെ എന്ത് രസമാണെന്നറിയാം. ശരിക്കും നമ്മളങ്ങ് വല്ലാണ്ടങ്ങ് ഗ്രൗണ്ടഡ് ആവും. എന്ന് വെച്ചാൽ നമ്മൾ ആ മൈൻഡ് നമ്മൾ ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ ഈ ഒരു മൈൻഡ്ഫുള്ളാവും. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റേ ആയിരിക്കും ഈ ലക്ഷ്മി എസ്റ്റേറ്റും പരിസരങ്ങളും തരിക. ഞാൻ വേറെയും ഫോറസ്റ്റ് താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ആംബിയൻസ് ഇത് ആദ്യമായിട്ടാണ്. ഓരോന്നിനും അതിൻ്റേതായ വശ്യമായ ഭംഗിയുണ്ടല്ലോ. ശരിക്കും നമ്മൾക്ക് ഏറ്റവും അധികം സ്ട്രെസ്സ് തരുന്നൊരു സംഭവമാണ് നമ്മുടെ മൊബൈൽ ഫോൺ ശരിക്കും. അപ്പം ഞാൻ ഈ ഓരോ യാത്രകൾ പോകുമ്പോഴും ഞാനിങ്ങനെ പറയാറുള്ള കാര്യമാണ്, റേഞ്ച് പോലും ഇല്ലാത്തടത്ത് പോകണമെന്നുള്ളത്. അപ്പോൾ എനിക്ക് അറിയ പോലും ഇല്ലായിരുന്നു ഇവിടെ റേഞ്ച് ഉണ്ടോ ഇല്ലെന്നുള്ളത്. ശരിക്കും ഇവിടെ റേഞ്ച് ഇല്ല. ഇവിടെ വന്നാൽ ഇവിടെ ആ സ്റ്റേയിലുള്ള വൈഫൈ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞാനത് എടുത്തിട്ടില്ല. കുറച്ച് സമാധാനമായിട്ടിരിക്കട്ടെ ഇല്ലേ. കുറേ നാളായില്ലേ ഇങ്ങനെ സമാധാനിച്ചിട്ട് സ്വസ്ഥമായിട്ടിരുന്നിട്ട്. വർക്കല്ലേ, ജോലിയില്ലേ, ടെൻഷനല്ലേ, പ്രഷറല്ലേ, ചുമ്മാ ഇങ്ങനെ ഇരിക്കാം. റേഞ്ച് പോലും ഇല്ലാത്തടത്ത് മൊബൈൽ തോണ്ടുന്നില്ല, ഒന്നുമില്ല. വീഡിയോ എടുക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്, ഈ പ്രകൃതി എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ, നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഫുൾ ഫയറിലാണ്. ബാക്ക് ടു ദാറ്റ് നോർമൽ ടെൻഷൻ, സ്ട്രെസ്സ് ഒക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങളിലോട്ട് തിരിച്ചു പോകണം. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് ദിവസം, 2 ദിവസം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കാണാം, സ്വസ്ഥമായിട്ടിരിക്കാം, സമാധാനമായിട്ടിരിക്കാം. വാട്ട് എവർ, ലെറ്റ് ഇറ്റ് കംസ് അല്ലേ എന്ന് വിചാരിച്ചു. അപ്പം മറന്നു പോരുത്, ഉറപ്പായിട്ടും ഇവിടെ ഒന്ന് സ്റ്റേ എടുക്കണം. ഒരു വണ്ടി വരുന്നുണ്ടേ, നോക്കാം എന്താണ്. ഈ ചേട്ടനിപ്പോൾ ഈ ചേട്ടൻ്റെ അമ്മേനെ കൊണ്ട് താഴോട്ട് പോയിരുന്നുണ്ട്. ഫോറസ്റ്റ് ഓഫീസറും കണ്ടാന്ന് തോന്നുന്നു. തമിഴ് പീപ്പിളാണ് ഇവിടെ കൂടുതലും. ഈ പ്രദേശങ്ങളിലൊക്കെ തമിഴ് പീപ്പിളാണ്. എനിക്ക് ലോക്കലി സംസാരിക്കും ഇതുവരെ ആരെ കിട്ടിയില്ല എന്നുള്ളൊരു മനക്കുത്തലും വിഷമമുണ്ട്. ഞാൻ ശരിക്കും ആരെങ്കിലും സംസാരിക്കാൻ കിട്ടുമോ തേയിലത്തോട്ടത്തിലെന്ന് അറിയാനാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ എങ്ങും ആരുമില്ല. രാവിലെ തേയില നുള്ളാനും ആരും വരുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും ബാക്ക് ടു റൂം, പോയിട്ടൊരു കട്ടൻ കുടിക്കണം, നൈസായിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കണം. ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. കട്ടനൊക്കെ കുടിച്ച് ഇങ്ങനെ തണുപ്പത്ത് ഇങ്ങനെ വേറെ ഒരു പണിയും ചെയ്യാനില്ല, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് ഇങ്ങനെ ഇരിക്കുക. ആഹാ, ഇവിടെ ഇരിക്കുമ്പോൾ അത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, ഈ കിളികളുടെ സൗണ്ട്. വൈഡ് വെറൈറ്റി ഓഫ് ബേർഡ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ശബ്ദമൊക്കെ കേട്ട് ചുമ്മാ ഇങ്ങനെ ഇരിക്കാം. മോർണിംഗ് നല്ല സുഖമാണ്, നല്ല രസമാണ്. ഇപ്പം നല്ല തണുപ്പുണ്ട്. ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. എൻ്റെ കാലിൽ 2 സോക്സാണ് കിടക്കുന്നത്. ചപ്പലിട്ടിട്ടുണ്ട്. പിന്നെ ഹുഡിയുണ്ട്, ഹുഡിയൊക്കെ ധാരാളം. പിന്നെ തലയിലൊരു ക്യാപ്പുണ്ട്. അതുപോലെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും മുട്ടക്കറിയുമാണ്. ചായ പറയുന്നുണ്ട്, ചായ കൊണ്ടുവരും. നല്ല അടിപൊളി ചൂടുള്ള ആവി ഇറക്കുന്ന പുട്ടും മുട്ടക്കറിയും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇന്നത്തെ സ്റ്റേ ഒക്കെ മതിയാക്കി നമ്മൾ അടുത്ത് മാങ്കുളത്ത് ഒരു സ്ഥലത്ത് പോവുകയാണ്. അവിടെയാണ് നമ്മൾ അടുത്ത സ്റ്റേ. അപ്പം കയറി ഇനി നേരെ അങ്ങോട്ട് പോകണം. എന്തായാലും ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു കുഹീദം സ്റ്റേ എന്ന് പറയുന്ന സ്റ്റേ അത്യാവശ്യം നല്ല ഒരു സ്റ്റേ തന്നെയായിരുന്നു. നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ വിളിക്കുക. ആവശ്യമാണെങ്കിൽ വിളിച്ചിട്ട് വരിക. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ നല്ല തണുപ്പാണ്, രാത്രി നല്ല തണുപ്പാണ്. പിന്നെ ഈ കിളികളുടെ സൗണ്ട് അത് അത്യാവശ്യം അടിപൊളിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു കാര്യം മിസ് ചെയ്യരുത്. അപ്പം അടുത്ത നമ്മളെ മാങ്കുളത്തുള്ള സ്റ്റേയുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.